പാഠം 16. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഈശ്വരാ, ഇതുവരെ കഴിഞ്ഞില്ലേ? പതിവിൽ നീളം കൂടിയ പ്രാർത്ഥനയാണല്ലോ. കാര്യായിട്ട് എന്തോ ഉണ്ട്. കോളേജിൽ പോകാനുള്ള മുഹൂർത്ത നേരത്താണ് അവർക്ക് പഠിക്കുന്ന കാര്യം ഓർമ്മ വരുന്നത്. ഇന്നലെ രാത്രി ഇതാവായിരുന്നില്ലേ? രാത്രി 12 മണി വരെ ഞാൻ പഠിച്ചതാ. എന്റെ ക്ലാസ് ടെസ്റ്റാ. 80% മാർക്ക് കിട്ടിയില്ലെങ്കിൽ ജോസഫ് സാർ എന്നെ കൊല്ലും. 80% മാർക്ക് വാങ്ങാൻ എന്താ പാട്? പഠിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം നിസ്സാരമാണ്. അതെങ്ങനെയാ? പഠിക്കേണ്ട സമയത്ത് ടിവിയും കണ്ടിരിക്കും. ദേ മണി 9 നീ പോവാൻ നോക്ക്. 2 ചാപ്റ്റർ കൂടിയുണ്ട് ചേച്ചി. ഇതെപ്പ പഠിക്കാനാ? ഒരു കാര്യം ചെയ്യും. അപ്പുറത്ത് നിന്റെ ചേട്ടന്റെ പ്രാർത്ഥനാ യജ്ഞം നടപ്പുണ്ട്. ആ കൂടെ അങ്ങ് കുടിക്കുള്ളൂ. അവനവൻ ചെയ്യേണ്ടത് അവനവൻ ചെയ്യാതിരിക്കുമ്പോഴല്ലേ ദൈവത്തിന്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. പഠിക്ക് പഠിക്ക്. ഈശ്വരാ, ഇതൊരുമാതിരി മെഗാ സീരിയൽ പോലെ ആയല്ലോ. ഇങ്ങേർക്ക് ഓഫീസിൽ പോണ്ടേ? പോകണേട്ടാ. എന്താ ഉദ്ദേശം? ഇത് തുടങ്ങിയിട്ട് കുറെ സമയമായല്ലോ. ഭാമയെ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ശല്യപ്പെടുത്തരുതെന്ന്. അച്ചോ, ശല്യപ്പെടുത്തിയതല്ല. പ്രാർത്ഥനയ്ക്കിടയിൽ സമാധിയായിപ്പോയെന്നൊരു സംശയം. അതുകൊണ്ട് വിളിച്ചു നോക്കിയതാ. സാറേ, ഇന്നത്തെ ആവശ്യം എന്തായാലും അതൊരു പ്രാവശ്യം പറഞ്ഞാൽ ദൈവത്തിന് മനസ്സിലാകും. അതുകൊണ്ട് ഇത് മതിയാക്കി കാപ്പി കുടിക്കാൻ വേണ്ടി വാ. ദൈവത്തോടും പുച്ഛ. വക്കീലായ എല്ലാമായെന്നാണല്ലോ ധാരണ. അനുഭവിക്കുമ്പോൾ പഠിച്ചോളൂ. ഭാമേ, ഈയിടെയായിട്ട് നിന്റെ അഹങ്കാരം ഭയങ്കര കൂടുതലാണ്. എന്നെയോ നിനക്കൊരു ബഹുമാനമില്ല. ദൈവത്തോട് ധിക്കാരം ഇതിവിടെ ഞാൻ സമ്മതിച്ചേരില്ല. ഞാൻ ദൈവത്തോട് ഒരു ധിക്കാരവും കാണിച്ചിട്ടില്ല. ഞാൻ മനുഷ്യൻ ചെയ്യേണ്ടത് മനുഷ്യൻ ചെയ്യണം. അത് ദൈവത്തെ ഏൽപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതാ ഞാൻ പറഞ്ഞ ധിക്കാരമാണെന്ന്. എടി, ദൈവം വിചാരിച്ച നടക്കാത്തതായിട്ട് എന്താ ഉള്ളത്? പ്രമോഷൻ ലിസ്റ്റിൽ പേരുള്ളതുകൊണ്ട് മാത്രമായില്ല. ആദ്യത്തെ പ്രമോഷൻ എനിക്ക് തന്നെ കിട്ടി. വില്ലേജ് ഓഫീസർ ആവണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. ദൈവമാണോ ഇപ്പൊ റവന്യൂ വകുപ്പ് മന്ത്രി? അടൂർ പ്രകാശ് സാർ. മോഹനേട്ടൻ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി 1ാമതായി ജയിച്ചു. സർക്കാർ പ്രൊമോഷൻ ലിസ്റ്റ് ഇറക്കിയപ്പോൾ മോഹനേട്ടന്റെ പേരും വന്നു. അതായത് മോഹനേട്ടന് ചെയ്യാനുള്ളത് മോഹനേട്ടൻ ചെയ്തു. ചെയ്യാനുള്ളത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം ഉണ്ടാവും. അല്ലാതെ രാവിലെ 2-3 മണിക്കൂർ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? പ്രാർത്ഥന കൊണ്ട് ഒരു കാര്യമില്ലെന്നോ? അങ്ങനെയാണെങ്കിൽ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്ന കോടിക്കണക്കുള്ള ആൾക്കാർ മണ്ടന്മാരാണല്ലോ, മണ്ടന്മാര്. മോഹനേട്ടൻ, ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവനവൻ ചെയ്യേണ്ടത് ചെയ്യാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പ്രാർത്ഥിച്ചു. ഭാമേ, നീ കോടതിയിൽ കേസ് വാദിച്ച് ജയിക്കുന്നത് നിന്റെ മാത്രം മിടുക്കൊണ്ടാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് ദൈവം വേണ്ടെന്ന് വെച്ചെങ്കിൽ നീ എന്നേ തോറ്റ് തൊപ്പിട്ട് പോയത്. കോടതി കേസ് വാദിക്കുന്നത് ദൈവവും തമ്മിൽ എന്താ ബന്ധം? ഉദാഹരണത്തിന് കഴിഞ്ഞ ആഴ്ച ഞാൻ വാദിച്ച കേസ്. കല്ലറ സുകുമാരൻ സ്വന്തം അമ്മായിയച്ഛനെ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ കുത്തിപ്പരിക്കേൽപ്പിച്ചെന്നായിരുന്നു കേസ്. അമ്മായിയച്ഛനെ കുത്തിന്നുള്ളത് ഇങ്ങോട്ട് നോക്കിയേ, സുകുമാരൻ എന്നോട് സമ്മതിച്ചതാ. പക്ഷെ ഞാൻ കോടതിയിൽ സുകുമാരന് വേണ്ടി വാദിച്ചു. സുകുമാരനെ കോടതി വെറുതെ വിട്ടു. ഇത്തരം കാര്യങ്ങൾ ദൈവം ഇടപെടുമായിരുന്നെങ്കിൽ സുകുമാരൻ എങ്ങനെ രക്ഷപ്പെട്ടു? ദൈവത്തിന് ഇതല്ല പണി. അതെ, ദൈവം ഇപ്പൊ ഒന്ന് കണ്ണടച്ചു. പക്ഷെ കുറ്റക്കാരനായ ഒരാളെ കള്ളം പറഞ്ഞ് വാദിച്ച് രക്ഷിച്ചതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടി. നോക്കിയോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോടതികളിൽ ഒരു ക്രിമിനൽ കേസിന് പ്രതികൾക്ക് വേണ്ടി വാദിക്കാൻ വക്കീലിനെ കിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് എന്താ? ലോകത്താർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ദൈവം കണ്ണടച്ചിരിക്കുന്നതാണ്. ഇവരെന്തിനാ ദൈവം? ദൈവം കണ്ണടച്ചില്ലേ പിന്നെ എങ്ങനെയാ ഈ നാട്ടിൽ കൊളരായ്മ മുഴുവൻ നടന്നിട്ടുള്ളത്? എന്താ പറഞ്ഞു പറഞ്ഞു നീ ദൈവത്തെ തന്നെ പറഞ്ഞു തുടങ്ങി. അതോടെ നിൽക്കട്ടെ, അങ്ങോട്ട് നോക്ക്. എന്താ അതിന്റെ ഭാവം? ദൈവം ഉണ്ടോ ഇല്ലയോ?
എന്നാ യുക്തിവാദിയായത്? ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോ നീ തികഞ്ഞ ഈശ്വര വിശ്വാസിയായിരുന്നല്ലോ. ഇപ്പോഴത്തെ മാറിയത്? മാറ്റം ഉണ്ടാവുമല്ലോ. മാറ്റമില്ലാത്തതായിട്ട് മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് കാറൽ മാക്സ് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് നീ മാർക്സിസ്റ്റ് ആയോ? അതിപ്പോ അങ്ങനെ ലോകത്ത് എന്തെല്ലാം നടക്കുന്നു ഇതൊന്നും അറിയാതെ എന്റെ വില്ലേജ് ഓഫീസർ പൊട്ടക്കുളത്തിലെ തവളയെ പോലെ അങ്ങനെ ഇരുന്നു. എന്താ നിർത്തിയത്? അതിരാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഭാര്യയുടെ തന്തയ്ക്ക് വിളിക്കുന്ന ആള് പിന്നീട് ദൈവത്തോട് എത്ര പ്രാർത്ഥിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ ചോദിച്ചതിന് സമാനം പറ. നീ എന്നു പോലെ ഈ യുക്തിവാദിയായത്? ഞാൻ പണ്ട് യുക്തിവാദിയല്ലേ. പിന്നെ മോഹനേട്ടനെ പറ്റിക്കാൻ വേണ്ടി കല്യാണത്തിന് മുന്നേ ഞാൻ കള്ളം പറഞ്ഞതാ. ഒരു കല്യാണം നടക്കാൻ വേണ്ടി ചെറിയ കള്ളമൊക്കെ പറയാന്നേ. നീ വെറുതെ പറഞ്ഞല്ലേ? എന്ത്? നീ യുക്തിവാദിയാണെന്ന്. ഇത്തരം കാര്യങ്ങളിലേക്ക് ആരെങ്കിലും കള്ളം പറയൂ? അപ്പോ കഴിഞ്ഞ ആഴ്ച നീ എന്നോട് അമ്പലത്തിൽ വന്നതോ? മോഹനേട്ടനെ പറ്റിക്കാൻ. കഴിഞ്ഞ 3 കൊല്ലമായി നമ്മളെത്രയോ പുണ്യസ്ഥലങ്ങളിൽ പോയിരിക്കുന്നു. അതൊക്കെയോ സ്ഥലം കാണാൻ വേണ്ടി. എനിക്ക് സ്ഥലം കാണുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ? അതൊന്നുമല്ല, നീ എന്നെ പറ്റിക്കാൻ പറയുക. എന്തായാലും നിന്നെ പോലൊരു പെണ്ണ് യുക്തിവാദി ആവില്ല. അതെന്താ? യുക്തിവാദം അത്ര മോശപ്പെട്ട കാര്യമാണോ? പിന്നില്ലേ അവേ, എന്ത് തോന്നിവാസവും കാണിച്ച് ആളുകളെ പറ്റി ജീവിക്കുന്നവരാ ഈ ദൈവമില്ല ദൈവമില്ല എന്ന് പറയുന്നത്. ദൈവഭയം ഉണ്ടെങ്കിൽ അവരുടെ വൃത്തി നടക്കില്ലല്ലോ. അതുകൊണ്ട് ദൈവവിശ്വാസമില്ലാത്തവരെ നമ്മൾ പേടിക്കണം. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നില്ലേ. ഇപ്പൊ നീ പറഞ്ഞ ആ സുകുമാരൻ സ്വന്തം അമ്മായി അച്ഛനെ കുത്തിക്കൊന്നിട്ടും അയാൾ നിയമത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടു. എല്ലാം കാണുന്നൊരു ദൈവം ഇല്ലെങ്കിൽ ഈ സുകുമാരനൊക്കെ പിന്നെ ആര് ശിക്ഷിക്കും? പക്ഷെ സുകുമാരൻ ദൈവവിശ്വാസമാണല്ലോ. അയാളെ കോടതി വെറുതെ വിട്ടു എന്നറിഞ്ഞ നിമിഷം അയാൾ അമ്പലത്തിലേക്കാണ് ഓടിയത്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഈ യുക്തിവാദം എന്ന് പറയുന്നത് തന്നെ ഒരു വിവരമില്ലാത്ത ആൾക്കാർ കൊണ്ടു നടക്കുന്ന പണിയാണ്. അല്ലെങ്കിൽ തന്നെ ദൈവമില്ലെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വിശ്വസിക്കും. ദൈവമില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു? സൂര്യനെയും ചന്ദ്രനെ ആര് സൃഷ്ടിച്ചു? ദൈവം ഉണ്ടായേ പറ്റൂ. ദൈവം ഉണ്ടെന്ന് നീ സമ്മതിക്കും പാമേ. ഇത് മോഹനേട്ടന്റെ വിശ്വാസം. അതിന് ഞാനെന്തിനു വിശ്വസിക്കണം? നീ എന്റെ ഭാര്യ ആയതുകൊണ്ട്. പാമേ, ഞാൻ ഈശ്വര വിശ്വാസിയായ ഒരു മാന്യനാണ്. എന്റെ വീട്ടില് ഈശ്വര വിശ്വാസികൾ മാത്രമേ പറ്റൂ. അതെന്ത് ന്യായവാ? മോഹനേട്ടന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. അപ്പുറത്ത് പോയിരുന്നാൽ കഴിക്കാൻ എടുത്തോണ്ട് വരാം. ചെല്ല്. വേണ്ട. ദൈവത്തെ ധിക്കരിക്കുന്ന നിന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങി കഴിച്ചാ ദൈവം എന്നെ ശിക്ഷിക്കും. ഞാൻ പോകുന്ന വഴി ആ കേശവക്കുട്ടിയുടെ ചായക്കട കഴിക്കും. അയാളെ രാവിലെയും വൈകുന്നേരവും അമ്പലത്തിൽ പോകുന്ന ആളാ. മോഹനേശ്വരനെ തോപ്പിക്കാൻ നോക്കുന്നു. എന്ത് കൂത്താണ്? കാര്യം നിസ്സാരം.